ഹലോ ഫ്രണ്ട്സ്, യാസർ കാരത്തൂർ ഓട്ടോമെയിൻ ഗാരേജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പോൾ ബാംഗ്ലൂരിലെ ലാൽബാഗിലാണ്. നമ്മുടെ ശ്രീശാസ്ത എൻജിനീയറിംഗ് വർക്ക് ആൻഡ് മാനുഫാക്ചർ ഓഫ് സ്പെഷ്യൽ ടൂൾസ്, നമ്മുടെ സുരേഷ് ബാബുട്ടൻ്റെ ഷോപ്പിനകത്താണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. ഏവർക്കും അറിയാം, ഇന്ത്യയിലാകെ അതുപോലെ തന്നെ നമുക്ക് ടൂ വീലർ മേഖലയിൽ ഒരുപാട് ടൂൾസുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു മാനുഫാക്ചർ യൂണിറ്റ് വരെ ഇവർ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ തന്നെ അവർ രൂപകൽപ്പന ചെയ്തിട്ടാണ് ഇവർ ഓരോ പുതിയ വാഹനങ്ങൾ എത്തുമ്പോഴേക്കും അതിൻ്റെ എൻജിൻ ഒരുന്നതിന് വേണ്ടിയുള്ള പുള്ളറുകൾ ഉടനെ തന്നെ അവരുണ്ടാക്കുന്നുണ്ട്. കൃത്യമായിട്ട് അറിയാം, ഓരോ ഷെൽഫിനകത്ത് ഓരോ വണ്ടിയുടെയും പ്രത്യേകം യൂണിറ്റ് ഇത് തരം തിരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ഇരിക്കുന്ന കൗണ്ടറാണത്. വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം വളരെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂരിലുള്ള നമ്മുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള കമൽ സാറിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് അദ്ദേഹവുമായി മീറ്റ് ചെയ്യാൻ സാധിച്ചു. ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ അവർ നേടിയിട്ടുണ്ട്. ഞാൻ വീഡിയോകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബ്രദർ തന്നെയാണ് ഈ കൈകാര്യങ്ങൾ ചെയ്യുന്നത്. എൻജിനീയറിംഗ് ലൈത്ത് വർക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐറ്റംസ് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വർക്കിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഴുത്തുപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ബ്രദർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഒരു യൂണിവേഴ്സൽ പുള്ളറാണ്, കണ്ടില്ലേ? അതിനെ കട്ട് ചെയ്ത് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗോഡൗണുകളുണ്ട്. ആ ഗോഡൗണിലേക്കാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ എൻ്റെ കൂടെ ബാബുട്ടനുണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഷോപ്പും അതുപോലെ തന്നെ മുഴുവൻ ഗോഡൗണുകളും എനിക്ക് തുറന്ന് കാണിക്കുകയും ഒരുപാട് ടൂൾസുകൾ പരിചയപ്പെടാൻ എന്നെ കാണിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്ഥാനം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. മെക്കാനിക്കുകൾക്കായിട്ടുള്ള ഒരുപാട് ടൂൾസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് തന്നെ അത് നിങ്ങൾക്ക് എത്തിക്കും. അതുപോലെ തന്നെ നമ്മളെ മെക്കാനിക് സുഹൃത്തായിട്ടുള്ള കമൽദാസ് സാറിനെയും കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ പോയത് രാത്രിയിൽ
ഒരു സ്ട്രീറ്റിലേക്കാണ് പോയത്. ഇവിടെ ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തിരക്കേറിയ ഒരു റോഡായിരുന്നു. ഒരു ഫുഡ് സ്ട്രീറ്റ് എന്നാണ് ഇതിനകത്ത് ഈ തെരുവിന് അറിയപ്പെടുക. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളും ഒരു ഷോപ്പിലേക്ക് കയറി അവിടുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നീട് അങ്ങോട്ട് ഒരു ട്രാവൽസ് ഏജൻസിയിലേക്ക് ഞങ്ങളെത്തി. അവിടെ നിന്നുള്ള യാത്ര വളരെ രസകരമായിരുന്നു. ബസ്സിനകത്ത് നല്ല ആംബിയൻസോടെ ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. വൈമധ്യേ ഒരു റോഡ് ബ്ലോക്ക് ആയത് കാരണം ഞങ്ങൾ ചെറിയ റൂട്ടിലേക്ക് തിരിച്ചു വിടുകയും പിന്നീട് അങ്ങോട്ട് ലൊക്കേഷൻ അറിയാതെ യാത്ര ചെയ്യും. പിന്നീട് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങളെ കൃത്യമായുള്ള റൂട്ടിലേക്ക് എത്തുകയും ചെയ്തു. നല്ല രസകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ബാംഗ്ലൂർ യാത്ര. ഇംതിയാസ് ഭായിയെ പരിചയപ്പെടാൻ സാധിച്ചു. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.